അമ്മാമ്മ അമ്മാമ്മ എന്തിനാ ഇന്നലെ കല്യാണത്തിന് പോയിട്ട് കല്യാണപ്പന്തലിൽ ഏൽപ്പിച്ചു വിട്ടത് അവര്? അതെ ഉണ്ണിയെ, ചിലവരൊക്കെ കല്യാണമൊക്കെ ആകുമ്പോഴേ മറക്കും, പറയാനായിട്ട് മറക്കും. നമ്മളത് ഗൗരവം വിചാരിച്ചിട്ട് അതിന് കല്യാണത്തിന് പോവാണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ലേ നമ്മൾ ചെന്നില്ല എന്ന് വിചാരിക്കില്ലേ. അത് വിചാരിച്ചിട്ട് അവര് പറയാൻ മറന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത്. പക്ഷെ അവര് അവിടെ ചെന്ന് പറയുന്നേ, ഒരാൾ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, ഞങ്ങളുടെ ബന്ധുക്കളെ മാത്രമേ ക്ഷണിച്ചുള്ളൂ, എന്തിനാ നിങ്ങൾ പറയാണ്ട് വന്നെന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണായിരുന്നിട്ട് അമ്മ ഒരു ഉള്ള വായിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആരെ ക്ഷണിക്കാണ്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പിടിച്ച് പുറത്താക്കിയത് അവരെ ചെക്കൻ്റെ വീട്ടുകാര്. ഞാൻ എന്ത് വിചാരിച്ചാൽ അവര് നമ്മളെ കല്യാണം പറയാനായിട്ട് മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരുന്നു നമ്മളോട് മനസാക്ഷി നിലയ്ക്ക് ഇനിയിപ്പോൾ വിഷമം വേണ്ട, അവർ ചെന്നില്ല എന്നുള്ള വിഷമം വേണ്ടാച്ചിട്ട് ഞാൻ ചെന്ന് ഫസ്റ്റത്തെ പന്തിയിലാണ് ചെന്നിരുന്ന് ഊണ് കഴിക്കാൻ നിന്നാ പോന്നോ, അവര് കഴുത്തിൽ പിടിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് കഴിക്കിയത്. എങ്ങനെയുണ്ട് ഉണ്ണിയെ? എന്തിനാ അമ്മ ചെയ്യാൻ പോയേ? ക്ഷണിച്ചില്ല. എനിക്ക് ആകെ നാണക്കേടായി ഉണ്ണി. എല്ലാവരും മുന്നിൽ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, ഞങ്ങളോട് ആരാ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു അവർ മറന്നു പോയതാവും നമ്മളോട് പറയാനായിട്ട്. അത് വിചാരിച്ചിട്ട് പോയതാ. കാരണം ഇതിലും ഒരു ചതി നമുക്ക് സംഭവിക്കാനില്ല. പക്ഷെ ചീത്ത കേട്ടാലും കുറച്ച് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു, അതും പറ്റിയില്ല. ഫസ്റ്റത്തെ ചോറെടുത്ത് വായിലേക്കുമ്പോഴേക്കും അവര് പിടിച്ച് പുറത്താക്കി. ഇങ്ങനെ ഒരു ചതി പറ്റാനില്ല ഉണ്ണി.